ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കാഞ്ഞങ്ങാട് ഈ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗമായി വന്ധ്യതാ നിവാരണ ചികിത്സാ കേന്ദ്രം ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതാണ്. സ്കാനിങ്ങിൽ നിന്നൊരു അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ റോഡിസോൺ 4D സ്കാനിങ് മെഷീൻ എന്ന എക്വിപ്മെൻറ്റ് കാസർഗോഡ് ജില്ലയിൽ ഈ ഹോസ്പിറ്റലിൽ മാത്രമേ ഇല്ല. ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ കൂടിയുള്ള പ്രസവ വിഭാഗവും ഡോക്ടർ ഹഫീസ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലാപ്രോസ്കോപ്പി വിഭാഗം. എന്തുകൊണ്ടാണ് ഈ ഗർഭം അലസിപ്പോകുന്നുള്ള കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും അതിനുള്ള ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മുടെ ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. ഏറ്റവും ആധുനികമായ കുട്ടികളുടെ ICU, പീഡിയാട്രിക് സർജറികളും ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ ടെലിമെഡിസിൻ ഫെസിലിറ്റി എന്ന സൗകര്യം അവൈലബിളായ ഏക സ്ഥാപനം നമ്മളുടേതാണ്. കാഞ്ഞങ്ങാട് സംഗതി ഹോസ്പിറ്റലിൽ നമ്മൾ സൗജന്യമായി ഡയാലിസിസ് സൗകര്യവും രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് യുവ ഡോക്ടേഴ്സിലേക്ക് ആദ്യമായി സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സുമേഷ് ബാലചന്ദ്രൻ. നമസ്കാരം. ഈ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടർ? അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരുപാട് കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും. അപ്പോൾ അവർ രണ്ടുപേരും ചിലപ്പോൾ ഒരാളായിട്ടാണ് കാണുന്നതും. അപ്പോൾ ബേസിക്കലി സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജിയിൽ കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം PhD എടുക്കുകയും അതിനുശേഷം അവർ PhD ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ആവുകയാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിസിൻസ് ട്രീറ്റ് ചെയ്യാനുള്ള അവർക്ക് ഇതില്ല. ആ സ്ഥാനത്ത് സൈക്കാട്രിസ്റ്റ് ആകുമ്പോൾ അവർ MBBS കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തതിന് ശേഷമാണ് അവർ സൈക്കാട്രിസ്റ്റ് ആവുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബിഹേവിയർ, അതായത് ഒരു മനുഷ്യന്റെ പെരുമാറ്റ രീതി പഠിക്കുക എന്നാണ് സൈക്കോളജിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി. ആ സ്ഥാനത്ത് സൈക്കാട്രിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത് മനോരോഗത്തെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അത് ഇനി വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഒരു സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധന്റെ ജോലി. ഒരു പേഷ്യൻ്റ് എന്ന നിലയിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? നമ്മൾ ഒരുപാട് പേരിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്ക് ഭയങ്കര ടെൻഷൻ വരും എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി പറയുമ്പോൾ ഒരു സ്ട്രെസ്സിന്റെ ഒരു നോർമൽ ലെവൽ സ്ട്രെസ് ഉണ്ട്. അതായത് ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ ഭൂമിയിൽ വരികയാണെങ്കിൽ ഏതൊരു കാര്യത്തിനും നമുക്ക് ചെറിയൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതൊരു നോർമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആവാൻ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ഈ സ്ട്രെസ്സിന്റെ ലെവൽ അത് തിരിച്ച് താഴേക്ക് ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആ സഹചാര്യം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അതിന്റെ നോർമൽസിയിലേക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഒരു മനുഷ്യനാവുമ്പോൾ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത്. ഉദാഹരണത്തിന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് അല്ലെ, വാട്ടർ ടാങ്കിൽ വെള്ളം നിറയാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. വെള്ളം നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ മോട്ടർ ഓഫ് ആവുകയും വെള്ളം കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് മോട്ടർ ഓൺ ആവുകയും അത് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ടാങ്കിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സെൻസർ വെച്ചിട്ടാണ് അത് മനസ്സിലാവുകയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. അതായത് അത് സ്ട്രെസ്സിന് നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെയായിട്ട് കമ്പയർ ചെയ്യാം. അതായത് ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതില്, അതായത് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഇതില് ആ സെൻസർ വർക്ക് ആയില്ലെങ്കിൽ ടെൻഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതായത് വാട്ടർ ഓവർഫ്ലോ ചെയ്യും, വെള്ളം ഓവർഫ്ലോ ആവും. അതായത് സെൻസർ വന്ന് വർക്ക് ആവുന്നില്ല. അതേപോലെ ഒരു ഹ്യൂമൻ ബ്രെയിൻ ആകുമ്പോൾ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ അങ്ങനെ ഒരു സെൻസർ സിസ്റ്റം ഉണ്ട്, ഒരു അലാം സിസ്റ്റം ഉണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ആ അലാം സിസ്റ്റം അത് നേരാവണ്ണം വർക്ക് ആവാണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന സ്ട്രെസ് നമുക്ക് കൈകാര്യം ചെയ്താൽ പോലും ആ സ്ട്രെസ്ഫുൾ
സിറ്റുവേഷനുള്ള ഒരു പല കാര്യങ്ങൾ ശാരീരികമായ പല ആൾക്കാർക്കും വരുന്ന ചിലപ്പോൾ ഒരു നെഞ്ചുപടകെടുപ്പ്, ചിലപ്പോൾ ഒരു വേർപ്പ്, ഭയങ്കര ക്ഷീണം തോന്നുക, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പല ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സാധ്യത വരുമ്പോഴാണ് സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടത്. സാധാരണയായിട്ട് ഇപ്പം ജനങ്ങള് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ മടി കാണിക്കുന്നു. ഇതിന്റെ പ്രത്യേക കാരണം എന്താണെന്ന്? അത് കാരണം നമ്മുടെ ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണ എന്ന് പറയാം. സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ പോയി കാണുന്നത് എനിക്ക് വട്ടാണോ, അതായത് അവനൊരു വട്ടനാണ് എന്നാണ് ഒരു കേൾവി, ഒരു ലേബിൾ. അതായത് അവൻ സൈക്യാട്രിസ്റ്റ് പോയി, എൻ്റെ അടുത്ത് അവൻ നോർമൽ അല്ല എന്നുള്ളൊരു എല്ലാവർക്കും ഒരു ഇത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും മടിക്കുന്നത് സൈക്യാട്രിസ്റ്റിൽ പോകാൻ. കാരണം അത് പഴയ സിനിമയിലൂടെയും പഴയ കാലത്തെ ഒരു അനുഭവങ്ങളിലൂടെയും പഴയ സിനിമയിലൂടെയും പഴയ ശാസ്ത്രത്തിലൂടെയും അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്. അതായത് സൈക്യാട്രിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവര് വന്ന് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൊരു അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പിന്നെ എന്തോ ഒച്ച ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, അത് ചെയ്യുന്നു, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു. അപ്പൊ എല്ലാ പേഷ്യൻസും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും സൈക്യാട്രിസ്റ്റിനെ പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണ് അല്ലെങ്കിൽ ആയിരിക്കാം എന്നാണ് ഒരു ജനങ്ങളുടെ തെറ്റിദ്ധാരണ. അതായത് ഭ്രാന്തന്മാരാണ് അല്ലെങ്കിൽ വട്ടന്മാരാണ്. അതുകൊണ്ട് സൈക്യാട്രിസ്റ്റ് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ലേബിൾ വരും, വട്ടൻ ഒരു ലേബിൾ വരും. അതുകൊണ്ടാണ് അവർ മടിക്കുന്നത്. ഒരു മനോരോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മനോരോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ അത് പലവിധമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസ്, അതായത് ഒരാൾക്ക് ഷുഗർ വരുന്നു അല്ലെ, അതിന്റെ അതേ കാരണം തന്നെ ആകാം ഒരു മനോരോഗം വരാനും. ഉദാഹരണത്തിന് ഒരു ഫാമിലി ഹിസ്റ്ററി, അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു മനോരോഗം ഉണ്ടെങ്കിൽ ജീൻസിലൂടെ, അതായത് ജനറ്റിക് ഇതിലൂടെ അവർക്ക് മനോരോഗം വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനുഷ്യന്റെ ഒരു തലച്ചോറിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. മനുഷ്യന്റെ തലച്ചോറിന്റെ സ്ട്രക്ചർ, അതായത് ഈശ്വരൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ പാലത്തിന്റെ സ്ട്രക്ചറായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഓരോ പാലത്തിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതായത് 100 ടൺ. ഉദാഹരണത്തിന് ഒരു ചെറിയ പാലമാണെങ്കിൽ അതിലൊരു 100 ടൺ ഉണ്ടാവും. ആ 100 ടണ്ണിന് മേലെയുള്ള വെയിറ്റുള്ള വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകാൻ പാടില്ല അല്ലെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ പാലത്തിന്റെ മുകളിലൂടെ ഒരു 100-ൽ ഏറെ വെയിറ്റ് ഉള്ള ഒരു വാഹനം, ഉദാഹരണത്തിന് 105 ടണ്ണുള്ള ഒരു വാഹനം അതിന്റെ മുകളിൽ കൂടെ പോകുവാണെങ്കിൽ ആ പാലം ഒന്ന് ഇതാവും അല്ലെ, ചിലപ്പോൾ പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറും. അതായത് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ വൾനറബിലിറ്റി എന്നാണ് പറയുന്നത്. ബ്രെയിനിന്റെ സ്ട്രക്ചറിനെ കപ്പാസിറ്റിയിൽ ഏറെ ഉള്ളതിന് ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മുമ്പിൽ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ബ്രെയിൻ ഒന്ന് ഇളകിയിട്ട് തിരിച്ച് വേണമെങ്കിൽ ബ്രെയിനിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വേണമെങ്കിൽ നോർമലായിട്ട് വരാം. പക്ഷെ ചിലവർക്ക് ആ പാലം ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാലം വീണ്ടും 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 ഇളകിക്കൊണ്ടിരുന്ന് പാലം ഒരു ദിവസം പൊളിയും. അതേപോലെ ബ്രെയിനിന്റെ സ്ട്രക്ചർ ഒന്ന് തിരിച്ചു വരാനുള്ള കഴിവ് ബ്രെയിനിന് ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ബ്രെയിനിന്റെ ആ സ്ട്രക്ചർ ഒന്നുകൂടെ വീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ സ്ട്രക്ചർ ഞാൻ ഉദ്ദേശിക്കുന്ന പാലത്തിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ മെയിൻലി പറയുന്നത് ആ പാലത്തിലിരിക്കുന്ന കമ്പികൾ, സിമെന്റ്, അതാണ് സ്ട്രക്ചർ അതിന്റെ. അതേപോലെ ബ്രെയിനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ അകത്തുള്ള ഞരമ്പുകളാണ്. ഈ പറയുന്ന ഞരമ്പുകളാണ് ബ്രെയിനിന് സ്ട്രക്ചറും സ്ട്രെങ്തും ശക്തിയും കൊടുക്കുന്നത്. അപ്പോൾ ഞരമ്പുകളുടെ എന്തെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രെയിനിന് പല മാറ്റങ്ങൾ ഉണ്ടാവുകയും പല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഡോക്ടർ, ഒരു പേഷ്യന്റ് ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഡോക്ടർ അടുത്ത് അത് എത്രത്തോളം സ്വകാര്യത ആയിരിക്കും? മറ്റേ ബ്രാഞ്ചസ് വെച്ച് നോക്കുമ്പോൾ ഇതിന് കോൺഫിഡൻഷ്യാലിറ്റി, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സൈക്യാട്രിസ്റ്റിനെ സംബന്ധിച്ചോളം സൈക്യാട്രിസ്റ്റും പേഷ്യന്റും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിന്റെ അനുവാദം കൂടാണ്ട് വേറൊരു ആളായിട്ട്, ഇവൻ സ്വന്തം അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, ആ പേഷ്യന്റിന്റെ അനുവാദം കൂടാണ്ട് മറ്റൊരാളായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ ചില സാഹചര്യത്തിൽ അവരുടെ അനുവാദം കൂടാണ്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് എന്നോട് പറയാണ്, സാർ എനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ബ്രീച്ച് ചെയ്യുന്നു, അതായത് ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ
ആ കാര്യത്തിൽ, കാരണം പേഷ്യൻറ്റിന് ജീവനിൽ ഒരു ഡേഞ്ചർ ഉണ്ടെന്ന് അറിയുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വളരെ അടുത്ത വീട്ടുകാരെയും കൂടെ നമ്മൾ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള മാറ്റേഴ്സ്, അതായത് പോലീസിന്റെ കാര്യങ്ങൾ, ക്രിമിനൽ കുറ്റകരമായ കാര്യങ്ങൾ. 2. 3. ഈ റേപ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ് എൻ്റെ ഇങ്ങനെ ഒരു റേപ്പ് നടന്നു അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് നടന്നു എന്നുള്ളൊരു കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബാക്കി കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫുൾ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഡോക്ടർ, ഈ നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് അവൻ നോർമലാണ്, അവര് നോർമൽ അല്ല എന്നൊക്കെയുള്ള ഈ ഇത് എന്താണ് ഈ നോർമൽ എന്ന ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അത് നോർമലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. നോർമലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ വ്യക്തിയും അല്ലെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷനും ഒരു അബ്നോർമൽ, അതായത് നോർമലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തമ്മിൽ വളരെ ചെറിയൊരു നൂല് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ചെയ്യാൻ. ഇപ്പൊ നോർമൽസി എന്ന് പറയുന്നത് യൂഷ്വലി ഞങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ 100-75 പേര് ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, 75 പേര് അല്ലെങ്കിൽ 80 പേര്, മാക്സിമം പേര് എങ്ങനെയാണോ അതിൽ ബിഹേവ് ചെയ്യുന്നത്, ആ 75 അല്ലെങ്കിൽ 80 ആൾക്കാർ ആ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത് പോലത്തെ ആൾക്കാരാണ് നോർമൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ. ബാക്കി 20% ഒരു അബ്നോർമൽ. അങ്ങനെ പല ഡെഫിനിഷൻസ് ഉണ്ട് നോർമൽ. നോർമൽ നമ്മുടെ ഹെൽത്തിനെ വെച്ചിട്ടുള്ള ഒരു നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി, അതായത് ഒരു മുഴുവൻ ജനങ്ങളുടെ പോപ്പുലേഷൻ വെച്ചിട്ട് റിസർച്ച് നടത്തിയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പേഷ്യന്റിന്റെ ഒരു അസുഖം വരുമ്പോൾ ആ അസുഖത്തിന് എന്തൊക്കെയാണ് സിംറ്റംസ്, എന്തൊക്കെയാണ് സയൻസ്, അതേപോലെ തന്നെ 100 അങ്ങനത്തെ തന്നെ സിംറ്റംസും സയൻസും വരുവാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ഇതൊരു അസുഖമാണ് എന്നത് നമ്മൾ വലിയ. ബാക്കി കാണുന്ന അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 20%-ന് അതിന് അസുഖമില്ല എന്ന് നമ്മൾ പറയുന്നത് അത് നോർമലാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പല ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ വേൾഡ് വൈഡ് ആയിട്ട് ലോകത്തെ അറിയപ്പെടുന്ന ഡെഫിനിഷൻ, നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലിയാണ്. അതായത് ഒരു 100 പേരിൽ മാക്സിമം ആൾക്കാർ എങ്ങനെ അതിൽ ബിഹേവ് ചെയ്യുന്നു ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഇതില്, അതിനാണ് നോർമൽ എന്ന് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് നോർമലായിട്ട് തോന്നുന്നത് അത് ചിലപ്പോൾ മാഡത്തിന് ചിലപ്പോൾ അബ്നോർമലായിട്ട് തോന്നിയിരിക്കാം. അതുപോലെ മാഡത്തിന് നോർമലായിട്ട് തോന്നി ചിലപ്പോൾ എനിക്ക് കാണേണ്ട കണ്ണുകളിൽ അബ്നോർമലായി തോന്നിയിരിക്കാം. അപ്പൊ അത് വളരെ ഒരു ഡെഫിനിഷൻ, നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ വളരെ ഒരു എന്താ പറയുക, ഒരു കോൺട്രവേഴ്സ്യൽ ഡെഫിനിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മനോരോഗം ഉള്ള ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് പേഷ്യൻസ് ഞാൻ ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പേഷ്യന്റിനോട് ഒരു കാര്യം പറയണ, നിങ്ങൾക്ക് കുറച്ച് നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുമ്പോൾ പേഷ്യന്റ് എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഡോക്ടറെ എത്ര നാൾ കഴിക്കേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. അത് വളരെ നോർമൽ ചോദ്യമാണ്. അപ്പോൾ ഓരോ രോഗത്തിനും ഇപ്പൊ നമ്മുടെ സൈക്കാട്രി മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ മെഡിസിൻ എന്ന ബ്രാഞ്ച് എടുക്കുവാണ് അല്ലെങ്കിൽ പീഡിയാട്രിക്സ് എന്ന ബ്രാഞ്ച് എടുക്കുവാണെങ്കിൽ, ഓരോ ബ്രാഞ്ചിനും അല്ലെങ്കിൽ ഓർത്തോപെഡിക്സ് അതായത് എല്ലിന്റെ ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ ഓരോ അസുഖത്തിനും ഓരോ കാലാവധി വരെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ട്യൂബർക്ലോസിസ്, TB വന്ന ഒരു ക്ഷയരോഗം വന്ന ഒരു പേഷ്യന്റിന് ഒരു കോഴ്സായിട്ട് ഒരു 6 മാസം മരുന്ന് കഴിച്ചേ പറ്റൂ. അതേപോലെ നമ്മുടെ മനോരോഗത്തിലാണെങ്കിലും സൈക്കാട്രിയിലാണെങ്കിലും ഓരോ അസുഖത്തിന് എത്ര നാൾ മരുന്ന് കഴിച്ചേ പറ്റുമെന്ന് ഒരു കോഴ്സ് പോലെ അതുണ്ട്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ആയുഷ്കാലം കഴിക്കേണ്ടി വരില്ല. അത് ലോക ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് ആ തെറ്റിദ്ധാരണ ഒന്നില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അവർക്ക് തെറ്റായ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും സിനിമയിലൂടെ തെറ്റായ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു വിശ്വാസം, അതിനെക്കുറിച്ച് തെറ്റായ വിശ്വാസം നിലനിർത്തുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ രോഗത്തിന് ചിലപ്പോൾ 6 മാസം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ 9 മാസം കഴിക്കേണ്ടി വരും. ചില രോഗങ്ങൾക്ക് ആയുഷ്കാലം കഴിക്കേണ്ടി വരും. ചില രോഗങ്ങൾക്ക് സൈക്കാട്രിയിൽ ചില രോഗങ്ങൾക്ക് ആയുഷ്കാലം കഴിക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഡയബറ്റീസ്, ഷുഗറുള്ള പേഷ്യന്റിന് എത്ര നാൾ മരുന്ന് കഴിക്കേണ്ടി വരും? ആയുഷ്കാലം കഴിക്കേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ BP വരുന്ന പേഷ്യന്റിന് അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരുന്ന പേഷ്യന്റിന് ആയുഷ്കാലം കഴിക്കേണ്ടി വരും. അപ്പൊ അതേപോലെ മനോരോഗത്തിലും ചില അസുഖങ്ങൾക്ക് മരുന്ന് ആയുഷ്കാലം കഴിക്കേണ്ടി വരും. ഇങ്ങനെ കഴിക്കുന്ന ഈ മരുന്നുകൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. അതെ,
അടിമപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുടെ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ മരുന്നുകൾ കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അടിമപ്പെടാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്യൂബർക്ലോസിസ് വന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അതായത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരുന്ന പേഷ്യന്റിന് അവർക്കും ചിലപ്പോൾ ഒരുപാട് വർഷം വരെ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ ആ മരുന്നുകൾക്ക് അടിമപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം അതൊരു കാൽക്കുലേഷൻ പ്രകാരം ഡോക്ടറെ കണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നു. കാൽക്കുലേഷൻ പ്രകാരം ഡോക്ടർ മരുന്നുകൾ എഴുതുന്നു. ചിലപ്പോൾ ഡോസ് മാറ്റി നിരിക്കും, ചിലപ്പോൾ ഡോസ് കുറച്ചു നിരിക്കും, ചിലപ്പോൾ കൂട്ടി നിരിക്കും. അപ്പൊ ഡോക്ടറോട് ചോദിക്കുന്ന പ്രകാരം നമ്മൾ പോയി മരുന്ന് കഴിക്കുകയാണെങ്കിൽ, ഡോക്ടർ വിളിക്കുമ്പോഴൊക്കെ ഫോളോഅപ്പിനൊക്കെ വിളിക്കുമ്പോൾ പോയി നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അടിമപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല. ആ സ്ഥാനത്ത് നമ്മൾ ഇനി നമ്മൾ ഇത് കഴിക്കേണ്ട കാര്യമില്ല, 1 മാസം കഴിച്ചു, ഇനി നമ്മൾ നോർമലായി, ഇനി യാതൊരു കുഴപ്പമില്ല, ഇനി നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്നു. വീണ്ടും കുറച്ചാൾ കഴിയുമ്പോൾ ആ മരുന്നിന്റെ ഫുൾ എഫക്ട് വരാത്തത് കൊണ്ട് വീണ്ടും ചിലപ്പോൾ അസുഖം വരുന്നു. വീണ്ടും പേഷ്യന്റ് ഡോക്ടറെ കാണാണ്ട് അവിടെ വീട്ടിൽ തന്നെ മരുന്ന് കഴിക്കുന്നു, അതായത് സ്വയം ഡോക്ടർ ആവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിമപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ഡോക്ടറെ കാണാണ്ട്, ഒരു അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കാണാണ്ട് നമ്മൾ നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഓവർ ദ കൗണ്ടർ എന്ന് പറയും, നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ ഉറക്കം വരുന്നില്ല, അപ്പോൾ ഒരു 2 ഉറക്കുകൾ തരും, 2 ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിലാണ് കൂടുതലും അടിമപ്പെടാനുള്ള കാരണങ്ങൾ കാണുന്നത്. ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ സമയാസമയങ്ങളിൽ ഡോക്ടറെ ഫോളോഅപ്പിന് പോയി കഴിഞ്ഞാൽ അടിമപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് സ്റ്റേജിലാണല്ലോ നമ്മൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതെ. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റി അതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ്, അതിനെക്കൊണ്ട് എത്രത്തോളം നോർമലാവാൻ ഒരു പേഷ്യൻറ്റിന് സാധിക്കുമെന്നുള്ളതൊന്ന് വിശദീകരിച്ച് തന്നാൽ. നമ്മൾ ഷോക്ക് ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ഇമേജിൽ വരുന്നത് പഴയ സിനിമകളിലെ ആ ഒരു ഇമേജാണ് വരുന്നത്. അതായത് പേഷ്യന്റിനെ ഇങ്ങനെ 4 പേര് മൃഗീയമായി 4 പേര് ചെറുതിങ്ങനെ പിടിക്കുകയും വായിൽ ഒരു പഞ്ഞി വെക്കുകയും പിന്നെ വലിയൊരു കുന്തം പോലത്തെ ഒരു സാധനം ഇങ്ങനെ തലയിൽ വെക്കുകയും പിന്നെ അതിനുശേഷം ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സാധനം ഞെക്കുകയും ചെയ്യുന്നു, ഒരു സ്വിച്ച് അമർത്തുകയും പിന്നെ അതിനുശേഷം പേഷ്യന്റ് ആകപ്പാടെ. അപ്പോൾ അത് പഴയകാല രീതിയിലുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്നാണ്. അതായത് മോഡിഫൈഡ് ECT. പണ്ടത്തെ കാലത്ത് അൺമോഡിഫൈഡ് ആയിരുന്നു. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ECTയിൽ പേഷ്യന്റിനെ അബോധാവസ്ഥയിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതായത് പേഷ്യന്റ് OT-യിലേക്ക് വരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നു, അനാൽജസിക്സ് കൊടുക്കുന്നു, അനസ്തീഷ്യ കൊടുക്കുന്നു, ജനറൽ അനസ്തീഷ്യയാണ് കൊടുക്കുന്നത്. പേഷ്യന്റ് അപ്പോൾ ഒന്നും അറിയുന്നില്ല എന്താണ് നടക്കുന്നതെന്ന് അവിടെ. പിന്നെ ഈ പറയുന്ന 20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ വോൾട്ടേജുള്ള കറണ്ടാണ് നമ്മൾ ഇവിടെ സ്കാൽപ്പിലൂടെ പാസ് ചെയ്യുന്നത്. വളരെ ചെറിയ അതായത് നമ്മൾ ചിലപ്പോൾ സ്വിച്ച് ബോർഡിൽ കൈ അറിയാണ്ട് നമ്മൾ പോവുകയും ആ ഒരു ഷോക്കിന്റെ ഒരു ജോൾട്ടിൽ അത്രമാത്രമുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് വോൾട്ടേജ് ഉള്ള ഒരു കറണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ. അപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ആണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരാകുന്നു. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് വരുമ്പോൾ 4 പേര് പിടിച്ചോണ്ടാ വരുന്നതെന്ന് വെച്ചോളൂ നിങ്ങൾ. അപ്പോൾ ആ പേഷ്യന്റിന്റെ ഭയങ്കര വയലന്റ് ആയിട്ടിരിക്കുന്ന പേഷ്യന്റ് അതിനകത്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഉടയ്ക്കുന്നു, കയ്യിൽ എന്ത് കിട്ടിയാലും ആൾക്കാരെയൊക്കെ അടിക്കുന്നു, എന്ത് പറഞ്ഞിട്ടും ചെയ്യുന്നില്ല, ഇഞ്ചക്ഷൻസ് ഒന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല പേഷ്യന്റ്. ഒന്നത്. ഇല്ലെങ്കിൽ രണ്ടാമത് ഈ പറയുന്ന പോലെ ഭയങ്കര പേടിയായിട്ട് പേഷ്യന്റ് വരുന്നു, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പേഷ്യന്റ് വരുന്നു. എന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയ പേഷ്യന്റ്, 2-3 നാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയിട്ട് ആൾക്കാരെ അയാളെ രക്ഷിച്ച പേഷ്യന്റ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പിന്നെ ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് മരുന്നിലൂടെയല്ല നമ്മൾ ആലോചിക്കുന്നത്, ഷോക്ക് ട്രീറ്റ്മെന്റ് അതായത് ECT ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ECT കൊടുത്തു കഴിഞ്ഞാൽ 1-2 സിറ്റിങ്ങിൽ തന്നെ, അതായത് ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത സിറ്റിംഗ് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള സിറ്റിംഗ് ആണ്, 1-2 സിറ്റിംഗിൽ തന്നെ വളരെയേറെ, അതായത് 80% ഇംപ്രൂവ്മെന്റ് കണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, സ്റ്റഡീസ് പറയുന്നത് പറഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കാണുന്ന സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഓർമ്മക്കുറവുണ്ടാവും. പക്ഷെ അത് വളരെ ട്രാൻസിയന്റ് ആണ്. ട്രാൻസിയന്റ് പറഞ്ഞാൽ ആ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് ഏറി വന്നാൽ ഒരു 6 മാസം ഉണ്ടാവും.
6 മാസം കഴിഞ്ഞാൽ പഴയതുപോലെ പേഷ്യൻ്റ് നോർമൽ ആവുകയും യാതൊരു കുഴപ്പമില്ലാൻ വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാരണം മോർട്ടാലിറ്റി, അതായത് മരിച്ചു പോകുന്നത്, അതായത് ഓപ്പറേഷൻ ടൈമിൽ മരിച്ചു പോകുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ 10,000-ൽ ഒരാളാണ് ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് മരിക്കുന്നത്. പക്ഷെ ഈ മരണത്തിന്റെ കാരണം നോക്കുമ്പോൾ അത് എന്തെങ്കിലും അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് കാരണമാണ് മരിക്കുന്നത്. ഷോക്ക് ട്രീറ്റ്മെന്റ് മൂലം മരിക്കുന്ന പേഷ്യൻസ് ഇതുവരെ ലിറ്ററേച്ചറിൽ ഇല്ല. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഈ പറയുന്ന മോഡിഫൈഡ് ECT. ഡോക്ടർ, ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടുവരുന്നൊരു വലിയൊരു സംഭവമാണ് ഈ മദ്യപാനം എന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിട്ടുണ്ട് ഈ മദ്യപാനം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മദ്യപാനം പെട്ടെന്ന് നിർത്താൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് വർഷങ്ങളായി മദ്യപിക്കുന്ന ഒരാള്, ഒരു 5 വർഷം 10 വർഷം 15 വർഷമായി ഡെയിലി മദ്യപിക്കുന്ന ഒരാള്, അവരോട് പെട്ടെന്ന് നിർത്താൻ പറയുകയാണെങ്കിൽ അവർക്ക് അതിന് കഴിയില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, എനിക്ക് നിർത്തണം, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, എൻ്റെ ഫാമിലി ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അവർക്ക് തോന്നിക്കഴിഞ്ഞാലും അവർക്ക് നിർത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മദ്യപാനം കാരണം, മദ്യപാനം എന്നല്ല ഏതൊരു ലഹരി പദാർത്ഥമാണെങ്കിലും, അത് ഓപ്പിയം ആവാം, അത് കൊക്കൈൻ ആവാം, അത് ഹെറോയിൻ ആവാം, കഞ്ചാവ് ആവാം, അത് ഏതൊരു ലഹരി പദാർത്ഥമാണെങ്കിലും അത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ബോഡി സമ്മതിക്കില്ല. കാരണം ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒരുപാട് വർഷമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിൽ, തലച്ചോറിൽ അതിൻ്റെ പല കാര്യങ്ങളും പല മാറ്റങ്ങളും ഉണ്ടാവും. ബ്രെയിനിനെ നമ്മൾ ഈ ഡെയിലി മദ്യപിക്കുന്നതിൽ, ഡെയിലി ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആൾക്കാർ ബ്രെയിനിനെ പഠിപ്പിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് തലച്ചോറിൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളും വരുത്തുന്നു. ഉദാഹരണത്തിന് നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ തലച്ചോറാണ് പറയുന്നത് നമുക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുമ്പോൾ ഈ പറയുന്ന തലച്ചോറാണ് നമുക്ക് സിഗ്നൽ തരുന്നത്. അതേപോലെ തന്നെ ഈ ലഹരി പദാർത്ഥം നമ്മൾ ഒരുപാട് വർഷമായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിഗ്നലിംഗ് സിസ്റ്റം ഈ ലഹരി പദാർത്ഥത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും, ബ്രെയിൻ വന്ന് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോ സന്ധ്യാസമയങ്ങളാണ് കൂടുതൽ മദ്യപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയോടെ ഈ തലച്ചോറിൽ സിഗ്നലിംഗ് സിസ്റ്റം പതുക്കെ ആരംഭിക്കാൻ തുടങ്ങും. അതായത് പോയി മദ്യപാനം കഴിക്കൂ എന്ന് ബ്രെയിനിലെ സിഗ്നൽ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ അവർ ലഹരി അടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കുടിച്ചേ പറ്റൂ, മദ്യപാനം കുടിച്ചേ പറ്റൂ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടങ്ങളിൽ പെട്ടെന്ന് പോയി മദ്യപാനം നിർത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഉപയോഗിച്ചിട്ടുന്ന ലഹരി പദാർത്ഥങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെയിനിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്ന, അതായത് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ ഉറക്കമില്ലാണ്ടാവുക, ഒരു കൈകാലൊക്കെ വിരലുണ്ടാവുക, പെട്ടെന്ന് ആൻസൈറ്റി കൂടുക, പെട്ടെന്ന് ടെൻഷൻ കൂടുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം വരിക, ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവുക, ഛർദി ഉണ്ടാവുക, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അപസ്മാരം വരെ ഉണ്ടാവുകയും, ചില ആൾക്കാർക്ക് ആരില്ലാത്തപ്പോൾ ആരോ സംസാരിക്കുന്ന ഒച്ച കേൾക്കുകയും, സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വിഡ്രോവൽ സിംറ്റംസിന്റെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ്. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് ലഹരി പദാർത്ഥം നിർത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വന്ന് അഡ്മിറ്റ് ആവുകയും ഈ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം ട്രീറ്റ്മെന്റിലൂടെ. ഇത് ഡി അഡിക്ഷൻ പ്രോഗ്രാമിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 5 days അഡ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറപ്പി കൊടുക്കുകയും സൈക്കോതെറപ്പിയും കൗൺസിലിംഗ് കൊടുക്കുകയും മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയും നമുക്ക് ചെയ്യാം. ഡോക്ടർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനുണ്ട്, ഈ ലൈംഗികപരമായിട്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് പ്രേക്ഷകരിൽ തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. ഒന്നാമതായി കുട്ടികളില്ലാത്തൊരു പ്രശ്നം, പലരും പല രീതിയിൽ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കി ഡോക്ടർ, പ്രേക്ഷകർക്കൊന്നും അറിയാൻ താല്പര്യം ഉണ്ടാവും അത്തരം കാര്യങ്ങൾ, ഇപ്പം കൂടുതലായിട്ട് വിശദീകരിച്ചു. ലൈംഗികപരമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ മെഡിക്കൽ കോസ്റ്റ്സ് ആണ്. അതായത് എന്തെങ്കിലും
എൻഡോക്രൈൻ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഹോർമോണൽ സിസ്റ്റത്തിലോ അവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആണുങ്ങളെ സംബന്ധിച്ചോളം അവരുടെ സ്പേം കൗണ്ട് കുറയുക, അല്ലെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയുക, അതിലൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരുടെ യോനിയിൽ അവരുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈ ലൈംഗികപരമായ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊന്ന്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ ഇതെല്ലാം നോർമൽ ആയിരിക്കും. അതായത് ആണുങ്ങളുടെ സ്പേം കൗണ്ട് ആണെങ്കിലും സ്പേമിന്റെ മോട്ടിലിറ്റി ആണെങ്കിലും സ്ത്രീകളുടെ അവിടുത്തെ സ്ട്രക്ചർ ആണെങ്കിലും യോനിയുടെ സ്ട്രക്ചർ എല്ലാം നോർമൽ ആയിട്ട് പോലും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൈക്യാട്രിസ്റ്റിനെ യൂഷ്വലായിട്ട് പേഷ്യൻസ് ബന്ധപ്പെടാറുള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് ആണുങ്ങൾക്ക് വേർപിരിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അല്ലെങ്കിൽ പ്രീ മെച്വർ ഇജാക്കുലേഷൻ. അതായത് ഒരു സ്ത്രീയുടെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ അവർക്ക് ഒരുപാട് നേരം അവർക്ക് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലും അത് സ്പേംസ് യോനിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അത് വെളിയിൽ വരികയും ചെയ്യുന്നതാണ് പ്രീ മെച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആങ്സൈറ്റി കാരണം, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ആങ്സൈറ്റി കാരണം അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഭാരതം എന്ന് പറയുമ്പോൾ അത്രമാത്രമാണ് ചിന്താഗതിയിലാണെങ്കിൽ ഒരുപാട് ഒരുപാട് ആയിട്ടില്ല. അതായത് സെക്ഷൽ എഡ്യൂക്കേഷൻ പോലും അത് ഒരുപാട് സ്കൂളുകളിൽ കണ്ടുവരുന്നില്ല. വളരെ ചെറിയൊരു പോപ്പുലേഷനിൽ മാത്രമേ, ചെറിയ പോപ്പുലേഷനിലെ സ്കൂൾസിൽ മാത്രമേ അത് ആരംഭിച്ചിട്ടുള്ളൂ. അപ്പോൾ സെക്സ് പരമായ അറിവ് പോലും ചില സ്ത്രീകൾക്കും ഇവൻ പുരുഷന്മാർക്ക് പോലും സെക്സ് പരമായ അറിവും നോളജും ഇല്ല. അപ്പൊ അത് വളരെ നമ്മൾ ഡിസ്കഷൻ, അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഭാര്യയും ഭർത്താവിനും ഇരുന്ന് നമ്മൾ സെക്സ്വൽ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതായത് അവർക്ക് എങ്ങനെ ബന്ധപ്പെടണമെന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വരെ കുട്ടികളില്ലാണ്ട് 8 വർഷം 10 വർഷം കുട്ടികളില്ലാണ്ട് ഉള്ള നവദമ്പതിമാരൊക്കെ ഉണ്ടാവാറുണ്ട്. രണ്ടാമത് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്, അല്ലെങ്കിൽ പ്രീ മെച്വർ ഇജാക്കുലേഷന്, പിന്നെ തെറ്റായ രീതിയിലുള്ള സെക്ഷൽ പൊസിഷൻസ് ബന്ധപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ പ്രവേശിച്ച സ്ത്രീയുടെ യോനിയിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾക്ക് വേദന അനുഭവപ്പെടുക, അതായത് വെജാനിസ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ലൈംഗിക പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഫിഗേഴ്സ് പറയുന്നത്, ലിറ്ററേച്ചറിൽ ഫിഗേഴ്സ് പറയുന്നത് ഏറ്റവും കൂടുതൽ കാരണം, കുട്ടികളില്ലാത്ത കാരണം എന്ന് പറയുന്നത് സൈക്കാട്രിക് പ്രോബ്ലംസ് മൂലമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. ഇത്രയും നേരം യുവർ ഡോക്ടേഴ്സ് എന്ന പരിപാടിയിലേക്ക് നമുക്ക് അതിഥിയായി എത്തിയത് സൺറൈസ് ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് സുമേഷ് ബാലചന്ദ്രൻ. അദ്ദേഹത്തിന് കാസർഗോഡ് വിഷന്റെ നന്ദി അറിയിക്കുന്നു. ഈ അവസരം തന്ന കാസർഗോഡ് വിഷൻ ചാനലിനും അതിൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കഴിഞ്ഞ 7 കൊല്ലമായിട്ട് കാഞ്ഞങ്ങാട് ഈ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗമായി വന്ധ്യതാ നിവാരണ ചികിത്സാ കേന്ദ്രം ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതാണ്. സ്കാനിങ്ങിൽ നിന്നൊരു അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ബോഡിസോൺ 4D സ്കാനിങ് മെഷീൻ എന്ന എക്വിപ്മെൻറ്റ് കാസർഗോഡ് ജില്ലയിൽ ഈ ഹോസ്പിറ്റലിൽ മാത്രമേ ഇല്ല. ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ കൂടിയുള്ള പ്രസവ വിഭാഗവും ഡോക്ടർ ഹഫീസ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലാപ്രോസ്കോപ്പി വിഭാഗം. എന്തുകൊണ്ടാണ് ഈ ഗർഭം അലസിപ്പോകുന്നുള്ള കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനും അതിനുള്ള ചികിത്സ കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മുടെ ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. ഏറ്റവും ആധുനികമായ കുട്ടികളുടെ ICU, പീഡിയാട്രിക് സർജറികളും ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ
ടെലിമെഡിസിൻ ഫെസിലിറ്റി എന്ന സൗകര്യം അവൈലബിളായ ഏക സ്ഥാപനം നമ്മളുടേതാണ്. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ നമ്മൾ സൗജന്യമായി ഡയാലിസിസ് സൗകര്യവും രോഗികൾക്ക് ചെയ്തു കൊടുക്കുന്നത്.